കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല ഇത്രയും റൊമാൻറ്റിക് ആവോടാ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ ഈ സുന്ദരമായ പൂമത്ത ഏതാനും നിമിഷങ്ങൾക്കകം നീ ഈ പറഞ്ഞ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ തന്നെയാവും പൊന്നുമോളെ. വാടി. അല്ല, നിന്നെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പറ, ആരൊക്കെയുണ്ട് വീട്ടില്? ഇപ്പൊ എനിക്ക് നീ മാത്രം. നീ മാത്രം. ഞാൻ മാത്രമേ ഉള്ളൂ? അപ്പൊ നിന്റെ അച്ഛനും അമ്മയോ? ഈ സമയത്താണോ ഇതൊക്കെ അന്വേഷിക്കുന്നേ? ഞാൻ നിന്റെ അച്ഛനമ്മനെ പറ്റിയല്ലേ ചോദിച്ചത്. സ്റ്റോപ്പ് ഇറ്റ്. എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? I said stop it. എന്താടാ, നിനക്ക് അവരെ കുറിച്ച് അറിയണോ? സൗകര്യം നീ പറഞ്ഞാൽ മതി. ഞാനിപ്പോ അവരുമായിട്ട് വലിയ ടച്ചില്ല. Why? They're not my parents. Huh? What do you mean? A namesake father and a selfish mother. അമ്മ അയാള് രണ്ടാമത് കെട്ടിയതാ. I never liked him. Never. ഒരു ദിവസം അമ്മേ, എന്താടി? എന്തിനാ എന്നെ ഓഫീസിൽ വിളിച്ചു വരുത്തിയേ? നീ ഇങ്ങനെ ഉച്ച എടുക്കല്ലേ? നിന്നെ കാണാൻ അവര് വന്നേ. അച്ഛന് വേണ്ടപ്പെട്ട പയ്യനാ. കൊള്ളാമല്ലോ. എന്റെ മോളല്ലേ? നല്ല പൈസക്കാരനാ. അച്ഛനെ തന്നെ എനിക്ക് വേണ്ട. എന്നിട്ടല്ലേ അച്ഛൻ കൊണ്ടുവന്ന പയ്യൻ. അമ്മ അവനെ കണ്ടോ? എന്താടി നോക്കി നിൽക്കണേ? ചെരക്കാതെ ചായ കൊടുക്കടി. എന്താണ് ഇത്? ഇനി എന്നെ തൊട്ടുപോയത് മതി, മടുത്തു. ഇതുപോലുള്ള കോന്തന്മാർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനും വേണ്ടപ്പോ കിടന്നു കൊടുക്കാനും എന്നെ കിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നതാ. പിന്നെ അവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി എനിക്ക് അവരെ കാണുകയും വേണ്ട. നീ എന്തിനാണ് വെറുതെ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്? ഇറ്റ്സ് ഓക്കെ. യു റിലാക്സ്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. ഏയ്, ലൈറ്റ് ഓഫ് ചെയ്യാനാണോടാ നീ എന്നെ കല്യാണം കഴിച്ചത്? You idiot. രമ്യ, രമ്യ, ഗുഡ് മോർണിംഗ്. Good morning. What's wrong with you? എന്താടാ ഇത്? എന്റെ പുതുപുത്തൻ വൈഫിനെ ഒരു ചുടുചുടാന്ന ചായ. റൊമാൻസ് ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയം. റൊമാൻസോ? മാങ്ങാ തൊലി. ഈ ചുടുചായന്റെ മുഖത്തൊഴിക്കുന്ന കാര്യം ഒന്ന് ഓർത്തു പോയാൽ മതി. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയുണ്ടോന്ന് ചോദിച്ചാ ഇല്ല, പക്ഷെ റെസ്പെക്ട് ഉണ്ട്. എ വെൽ നോൺ ഫുഡ് ക്രിറ്റിക് ഓഫ് എ റെപ്യൂട്ടഡ് മാഗസിൻ. ഗുഡ്. അപ്പൊ പ്രേമവും ഇല്ല അല്ലേ? ആര് പറഞ്ഞു പ്രേമില്ലാന്ന്? രണ്ടുപേരും കൂടി ഒരു കപ്പ് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ പ്രേമത്തിന്റെ പ്രൂഫായി തൽക്കാലം ഇതുപോലെ. എന്നാ ഹൗസ് ഇറ്റ്? എടാ, ഇന്ന് എനിക്ക് ഓഫീസിൽ പോണം. What?
കല്യാണം കഴിഞ്ഞൊരു ദിവസം പോലും ഇല്ല അപ്പോഴേക്കും ഓഫീസോ? എന്ത് ഓഫീസാടി നീ? ഇന്ന് ഓഫീസിൽ പോകണം. ഏയ് ഓൺലി ടുഡേ. എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തോണ്ടടാ. പ്ലീസ് നാളെ മുതൽ 1 വീക്ക് ലീവ് ഉണ്ട്. ഓക്കെ? സോറിടാ, ഇന്ന് ഞാൻ നേരത്തെ വരാം. എടാ, I said I'll come early. Hey, then we'll go for a movie. എന്നിട്ടൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഓക്കെ? എന്നെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യടാ. ചക്കറിയല്ലേ? ശരി വാ. ഏയ് വാ വാ വാ, ലേറ്റ് ആയിടാ. ആ കട്ടായോ? We are getting a busy tone on this number. ഇത് Call കട്ടായി. later. We are getting a busy tone. രമ്യ, ഓഫീസിൽ പെട്ടെന്ന് ഒരു ഗെറ്റ് ടുഗദർ ആടാ. ഒരു ഇമ്പോർട്ടന്റ് ക്ലയന്റിന്റെയാ. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. നീ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. വല്ലതും കഴിച്ചു കിടന്നോ. നമുക്ക് വേറൊരു ദിവസം പ്ലാൻ ചെയ്യണം. നമസ്കാരം. Okay? കാഴ്ച ടി വി ന്യൂസിലേക്ക് Sorry, സ്വാഗതം. കൊച്ചിയിൽ ഭർത്താവിനെ തന്റെ ഭാര്യ ഫ്ലാറ്റിന്റെ 7ാം നിലയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. കാക്കനാട് സൺറൈസ് അപ്പാർട്ട്മെന്റിൽ ഇന്നലെ രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. IT ജീവനക്കാരിയായ ഭാര്യയുടെ മദ്യപാന ശീലത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലയ്ക്ക് കാരണമായത്. ലേറ്റ് നൈറ്റ് പാർട്ടികളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഭാര്യ സ്ഥിരമായി മദ്യപിച്ചെത്താറുണ്ടായിരുന്നെന്നും ഇതിനെ ചൊല്ലി രണ്ടുപേരും വഴക്ക് പതിവായിരുന്നെന്നും പ്രതിയായ ഭാര്യ പോലീസിന് മൊഴി നൽകി. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ അവളുടെ അമ്മമ്മയുടെ ജീവിതം. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഹേയ് രമ്യ, എന്തു പറ്റി? രമ്യ, സോറിടാ. പതുക്കെ. Sorry. I'm really sorryടാ. നിനക്ക് വേണ്ടി ഞാൻ ഓടി വന്നത്. ഓടി വാ. അത് മനസ്സിലായി. ഇപ്പൊ എന്താ സമയം എന്നറിയോ? 1 മണി. ഒരു ബോധവുമില്ല. വാ കിടക്ക്. കാല്. I'm sorryടാ. I'm sorry. I love you. ശരി ശരി. രമ്യ, അടയും കിടക്ക്. So നമുക്ക് much. ബോധം വന്നിട്ട് ലവ് ചെയ്യാം. ഇപ്പൊ നീ കിടന്നുറങ്ങ. ചാത്രങ്ങൾ വലിച്ചേറ്റി.